ടോക്കിയോ പോലെ തന്നെ ക്യോട്ടോ എന്ന് പറയുന്നത് ജപ്പാനിലെ മറ്റൊരു പ്രധാനപ്പെട്ട സിറ്റിയാണ്. അവിടെ നാര എന്ന് പറഞ്ഞൊരു പബ്ലിക് പാർക്കുണ്ട്. നമ്മുടെ ക്യോത്തോയിൽ നിന്ന് ഡയറക്റ്റ് ട്രെയിൻ ഉണ്ട് അങ്ങോട്ടേക്ക്. അവിടെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കാഴ്ചകളാണ് ഞങ്ങൾ കണ്ടത്. രണ്ട് കാലുകളുള്ള മനുഷ്യർക്കൊപ്പം 4 കാലുകളുള്ള സിക്ക എന്ന ഇനത്തിൽപ്പെട്ട ഡിയറിനെ നമുക്കവിടെ കാണാൻ സാധിക്കും. അവരിങ്ങനെ ഫ്രീ ആയിട്ട് നടക്കുന്നത് കാണാം. നമ്മളുമായിട്ട് നന്നായിട്ട് അവർ ഇന്ററാക്ട് ചെയ്യും. എല്ലാവരും അവരോട് ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് കുറച്ച് ആഗ്രഹം വന്നു. അങ്ങനെ അവരെ ഫീഡ് ചെയ്യുന്ന ഒരു റൈസ് കേക്ക് വാങ്ങി അവരുടെ അടുത്ത് പോയി. അപ്പോഴാണ് നമുക്ക് ശരിക്കും ഒരു കാര്യം മനസ്സിലായത്, നമ്മൾ നല്ല കെയർഫുൾ ആയിരിക്കും. ഇത്രേ ഉള്ളൂ. അങ്ങനെ ഇന്ററാക്ട് ചെയ്ത് ചെന്നപ്പം ഇതായിരുന്നു എൻ്റെ അവസ്ഥ. ഇത്രേ ഉള്ളൂ കഴിഞ്ഞു. അവരത്ര അപകടകാരികളല്ലെങ്കിലും നമ്മൾ കുറച്ച് കെയർഫുൾ ആയിരിക്കും. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴാണ് ഇവിടുത്തെ ഒരു ഫേമസ് റിച്വൽ ഉണ്ട്. ആ ഒരു റിച്വൽ നമ്മളും പ്രാക്ടീസ് ചെയ്ത് നോക്കി. പക്ഷേ അല്ല, ഒരിക്കൽ കൂടെ കേട്ടോണ്ടിരിക്കുന്നു. ഒരു കാര്യമില്ല. ഇതിന്റെ സൗണ്ടാണോ? ഈ നാര പാർക്ക് 1880 എസ്റ്റാബ്ലിഷ് ചെയ്ത വൺ ഓഫ് ദ ഓൾഡസ്റ്റ് പാർക്സ് ഇൻ ജപ്പാനാണ്. പിന്നെ ഈ സിക്ക ഡിയർ എന്ന് പറയുന്നത് നമ്മുടെ ദൈവത്തിൻ്റെ സ്വന്തം സേക്രഡ് മെസ്സഞ്ചേഴ്സ് ആയിട്ടാണ് അവർ കണക്കാക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും ലക്ഷക്കണക്കിന് ആൾക്കാർ ഇവരെ കാണാനായിട്ടാണ് മെയിനായിട്ട് ഈ പാർക്കിൽ വരുന്നത്. പിന്നെ തൊട്ടടുത്ത് തന്നെ ടൊഡൈജി ടെമ്പിൾ, കസുഗ ഷ്രൈൻ, ഇതൊക്കെ കാണാം. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പാണ് അവിടെ ഫുൾ. എന്നെ അത്ഭുതപ്പെടുത്തിയത് എങ്ങനെ ഈ മൃഗങ്ങൾ ഇപ്പോഴും ഈ മനുഷ്യരുടെ കൂടെ ഇത്ര ട്രസ്റ്റ് ചെയ്ത് ജീവിക്കുന്നതെന്ന്, വിതൗട്ട് എനി ഹ്യൂമൻ അനിമൽ കോൺഫ്ലിക്റ്റ്. നമുക്ക് ഡിയറൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഇടിക്കുക എന്നുള്ളൊരു പേടിയൊക്കെ കാണും. പക്ഷേ എനിക്കെന്തോ ആ സമയത്ത് അവിടെ ചെന്നപ്പോൾ ആ ഒരു പേടി എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ മോനെ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ ഞാൻ അവിടെ വിട്ടു. ഐ ഡോണ്ട് നോ വൈ. എനിക്ക് തോന്നുന്നു മേ ബി ബിക്കോസ് നേച്ചർ ഈസ് സോ ഇന്നസെൻറ്റ് ദാറ്റ് ദ ഇന്നസെൻസ് ഓഫ് ദി ഹ്യൂമൻ and the nature has created an amazing bond in this place. Maybe അതായിരിക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും ഇതേപോലത്തെ വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം.